ഈ സെക്ഷനിലെ ആദ്യ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ജൗഹർ ഐനിക്കോട് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വിഷയം കൺകുളിർമയുള്ള കുടുംബം. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസ്വല വയുഫ്സിദൂന ഫിൽ അർദി ഉലൈക ഹുമുൽ ഖാസിറൂൻ. ബഹുമാന്യ അധ്യക്ഷൻ, സ്നേഹാദരണീയരായ നമ്മളുടെ വേദിയിലിരിക്കുന്ന മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ സമാദരണീയരായ നേതാക്കളെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഇവിടെ നമ്മുടെ പരിപാടി വീക്ഷിക്കുവാനും അതുപോലെ തന്നെ അതിനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ അതിനോടുള്ള ബന്ധവുമൊക്കെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹനിധികളായ പിതാക്കളെ, മാതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട MSM പ്രവർത്തകന്മാരെ, ബാലവേദി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷ, സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇഫ്താർ സംഗമം ആകുമ്പോൾ പൊതുവെ ഇഫ്താറിനോടനുബന്ധിച്ചാണ് പലപ്പോഴും സദസ്സൊക്കെ നിറയുക. അത് ഓരോ തിരക്കുകളിലായിരിക്കും. പക്ഷേ ഞങ്ങളൊക്കെ പൊലച്ച കഴിഞ്ഞിറങ്ങിയാലേ നിങ്ങളെ ഇഫ്താർ സംഗമത്തിന് ഞങ്ങൾക്ക് എത്താനാവൂ. അതുകൊണ്ട് ഞങ്ങളപ്പോൾ തന്നെയൊക്കെ പോന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ധന്യമായി കൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടകൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ സ്ഥലത്തെത്തും. നമ്മളുടെ ഈ സംഗമത്തിന് നമ്മളുടെ കുട്ടികൾ, നമ്മുടെ ISMൻ്റെ നമ്മുടെ കാക്കമാർ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. എന്നെ 4 ആഴ്ച മുമ്പ് എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരെ വീണ്ടും വീണ്ടും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ പരിപാടി ഇവിടെ ഇന്ന് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്. ഇതിൻ്റെ കർട്ടന് പിറകിൽ പണിയെടുത്ത എല്ലാ ISMൻ്റെ പ്രവർത്തകന്മാർക്കും അതുപോലെ സാമ്പത്തികമായും ഉപദേശങ്ങളെ കൊണ്ടും ധന്യമാക്കിയ KNMൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പിതാക്കൾക്കും സഹോദരിമാർക്കുമൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. കൺകുളിർമയുള്ള കുടുംബം എന്നത് എല്ലാവർക്കും കേൾക്കാനും അതുപോലെ പറയാനുമൊക്കെ വളരെ സൗന്ദര്യമുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ അത് നമ്മളാ പറയുന്നത് പോലെ അതാക്കി തീർക്കണമെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ചകളും കഷ്ടപ്പാടുകളുമൊക്കെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ISMൻ്റെ സംഗമമായതുകൊണ്ട് യുവത്വം എന്ന് പറയുന്നത് ഒരു ഏറ്റവും ഉറപ്പുള്ള ഒരു ധന്യമായ കാലമാണ്. നമുക്ക് കുറേ ചെയ്യാൻ കഴിയും, എനിക്ക് കുറേ ചെയ്യാൻ കഴിയും, എനിക്ക് കുറേ ചെയ്യേണ്ടതുണ്ട്, ഞാൻ കുറേ ചെയ്യാനുള്ളതാണ് എന്നൊക്കെ ഓർത്ത് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടുന്ന ഒരു കാലമാണ്. മറിച്ച് എനിക്ക് കുറേ ചെയ്യാനുണ്ട്, എനിക്ക് കുറേ ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു 10-20 കൊല്ലം പോയാൽ ആ കാലം വൃഥാവിലാവും എന്ന് മാത്രമല്ല ഒന്നും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവില്ല. ചില ആളുകളൊക്കെ കാണാം, കുടുംബപരമായി അവർക്കെത്താൻ സാധിച്ചിട്ടില്ല, ജോലി സംബന്ധമായി അവർക്കെത്താൻ സാധിച്ചിട്ടില്ല, അതുപോലെ അവരുടെ കുടുംബത്തിൻ്റെ ഒരു അനന്തരമായിട്ട് അവർക്ക് ആ രംഗത്ത് വിജയിക്കാൻ സാധിച്ചിട്ടില്ല.
വീട്ടിൽ കാര്യമായ മാനസികമായ സംതൃപ്തിക്ക് സാധിച്ചിട്ടില്ല. ഇടക്കിടക്ക് നമ്മൾ ഉസ്താദിനോട് പറയും, ഉസ്താദെ പ്രാർത്ഥിക്കണം, ഒന്നും ശരിയായിട്ടില്ല, ഉസ്താദെ ദ്വാർക്കണം, ഒന്നും ശരിയായിട്ടില്ല. ഉസ്താദ് ഇങ്ങനെ മാറി വരുമ്പോൾ ദ്വാർക്കുക എന്നല്ലാതെ നമ്മളുടെ ഒരു പ്രയത്നത്തിൻ്റെ കുറവ് പലപ്പോഴും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വരാനുണ്ട്. ആണൊരുത്തൻ എന്ന് പറയുന്നത് അത് ഒരു നട്ടെല്ല് കൂടി നിവർന്നു നിൽക്കുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുക. ഒരു പിതാവ്, അദ്ദേഹം വളരെ നിസ്സഹായതയോടുകൂടിയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബപരമായി തകർച്ചകൾ വന്നു, മക്കൾ നഷ്ടപ്പെട്ടു, മക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല, അദ്ദേഹം ഒരു പ്രവാസ ജീവിതം നയിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നിങ്ങൾ എവിടെയായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഗൾഫിൽ എന്തു ചെയ്തു? ഗൾഫിൽ ഞാൻ പൈസ ഉണ്ടാക്കിയൊക്കെ വന്നിട്ട് എൻ്റെ കുടുംബത്തെയൊക്കെ ചൊവ്വാക്ക എന്ന് നിന്നപ്പോഴേക്ക് പൈസ ഉണ്ടായും ചെയ്തു, കുടുംബം ശരിയായതുമില്ല. അപ്പോൾ പൈസ ഇല്ല, കുടുംബമല്ല. അങ്ങനെ നമ്മൾ ഓരോന്നിന് കാത്തിരിക്കുന്നതിന് പകരം അന്നാന്ന് ചെയ്യേണ്ടത് അന്നാന്ന് നമ്മൾ ചെയ്തിരിക്കണം എന്നതാണ്. അതിനൊരു കാരണം നമ്മൾ കാണേണ്ടതെന്തറിയോ? നമ്മൾ ചെയ്യേണ്ടുന്ന ആളായി നമ്മൾ മാറുന്നത് നമ്മൾ ചെറിയവരാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ്. നമ്മളിപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അത് അവരുടെ ഒരു ഉത്തരവാദിത്തമായി അവർ കാണുകയാണ്. ഞാനിത് ചെയ്തില്ലെങ്കിൽ ഈ ദുനിയാവിൽ ആരും നമ്മളോട് ചോദിക്കാനില്ല. ഈ ISM പ്രവർത്തകർ ഇങ്ങനെയൊക്കെ ഇഫ്താറൊക്കെ വെച്ച് ഇതിനു വേണ്ടി ഓടിയിട്ടില്ല എങ്കിൽ ഒരാളും അവരോട് ചോദിക്കൂല, നിങ്ങളെന്താ ഇങ്ങനെ നടന്നു എന്ന് ചോദിക്കൂല. പക്ഷേ റബ്ബ് ചോദിക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയവരായി വലിയവരാവുന്നവരാണ്. ഞാൻ വലിയൊരാളാണ് എന്ന് ഞാൻ വിചാരിച്ചു പോയാൽ എനിക്ക് പിന്നെ ഒരിക്കലും അള്ളാഹു ഒരു വലുപ്പം തരൂല. നമ്മളുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും നല്ല ഒരു സ്ഥാനവും നല്ല ആദരവും നമ്മളുടെ കുടുംബത്തിൽ നിലയും വിലയുമൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? അവിടെ ഏറ്റവും താഴ്ന്ന കടയിൽ പോലുമുള്ള ജോലി നമ്മൾക്ക് ഉണ്ടാകണം, നമ്മൾ എടുക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ ഉണ്ടായില്ല എങ്കിൽ നമുക്കെപ്പോഴും ഒരു വലിയ ആളാണ് എന്ന് ഞാൻ തോന്നുകയും എനിക്ക് ഒരു 5 പൈസയുടെ വില നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുകയും ചെയ്യൂല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടവരല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടവരാണ്. യുവത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ വയസ്സനായി, നമ്മളൊരിക്കലും ഇത് വാപ്പുണ്ടാക്കിയത് തിന്നു ജീവിക്കുക, ഉപ്പുണ്ടാക്കിയതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടാ. ഞാനൊരിക്കൽ എൻ്റെ സ്കൂളിൽ കുട്ടികളോട് ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയായിരുന്നു. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ജോലി വാങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ എന്നോട് പറഞ്ഞെന്താ അറിയോ? ഒരു കുട്ടി, ഞാൻ അതിനൊന്നും ശ്രമിക്കണില്ല, എൻ്റെ വാപ്പയും ഉമ്മയും അധ്യാപകരും ജോലിക്കാരുമാണ്, നല്ല വരുമാനമുണ്ട്, ഞാൻ എന്തിനാണ് അധ്വാനിക്കുന്നത് എന്നാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് നിൻ്റേതായ കൈകൊണ്ടുണ്ടാക്കിയ അധ്വാനമാണ്, ഫലമാണ് നിനക്ക് വേണ്ടത്. അപ്പോഴാണ് അത് ഏറ്റവും രുചികരമായി വരിക അതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ അതിനെ എന്നാ ഞാൻ പഠിച്ചുകൊള്ളാം. നമ്മളുടെ ശ്രദ്ധ, ഈ കൺകുളിർമ എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെ വീട്ടിലും കിട്ടുന്നതാണ്. നമ്മൾ വിചാരിച്ചാൽ മതി, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് കൺകുളിർമ കിട്ടും. പക്ഷേ വേറുള്ളവരുടെ കൺകുളിർമ നോക്കി കണ്ടില്ലേ അവരെ കാര്യം, ഓരൊക്കെ ഭയങ്കര ഉഷാറാണ്, നമ്മൾ രണ്ടാളും ഇങ്ങനെ കൊത്തിയും കുളത്തുവിട്ട് നടന്നാൽ മതിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൺകുളിർമയുടെ വശങ്ങൾ എന്തൊക്കെയാണ്, അത് ഞാൻ ചെയ്യുന്നുണ്ടോ? നമ്മൾ പൂർണ്ണരാകുന്നത് നമ്മൾ അറിവ് നേടുമ്പോഴാണ്. നമ്മളിപ്പോൾ മദ്രസയിൽ നിന്ന് 5ാം ക്ലാസ് പഠിച്ച അറിവുമായിട്ട് നമുക്ക് കുടുംബജീവിതം നയിക്കാനാവില്ല. നമുക്കത് ജീവിതം നയിക്കാനാകുന്നത് നിക്കാഹിൻ്റെ ഖുതുബ തുടങ്ങി പള്ളിയിലെ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ട് വായിക്കാനുള്ളത് വായിച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്നു എന്ന് കരുതിയിട്ട് നമുക്കെല്ലാം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കണ്ട. അതിൽ നമ്മളുടെ കമ്പനി അനുസരിച്ച് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും കേൾക്കാനുമൊക്കെ എന്ത് ചെയ്യണം? മനസ്സുണ്ടാകണം. ഇനി നോക്കൂ, ഞാൻ വേഗം പറഞ്ഞു പോകുന്നത് 40 മിനിറ്റാണ്. ആദ്യ ക്ലാസ് ആയിരുന്നു
ഞാൻ എടുക്കേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ ആദ്യ ക്ലാസ് എടുത്ത വ്യക്തിക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ ഒരു സംഗമം കോഴിക്കോട് നടക്കുന്നത് കൊണ്ട് അദ്ദേഹം വളരെ നേരത്തെ ഇവിടെ വന്നിരുന്ന് ഞാൻ ക്ലാസ്സിനൊരുങ്ങി വന്ന സമയത്ത് പാവം വേഗം തുടങ്ങാൻ അനുവാദം വാങ്ങി തുടങ്ങിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ ക്ലാസ് ഞാൻ വേഗം ചുരുക്കുകയാണ്. ഉദ്ഘാടകൻ എത്തുന്ന മാത്രയിൽ നമ്മൾ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് കിടക്കും. അതിന് സമയമൊന്നും പ്രശ്നമാക്കുകയില്ല. ഞാൻ 2ാം ക്ലാസ്സുകാരനായത് 1ാം ക്ലാസ്സുകാരൻ അടിയന്തിരമായി പോകേണ്ടത് കൊണ്ടാണ്. നമുക്ക് പ്രഭാഷണം എപ്പോഴാണോ ഉദ്ഘാടകൻ എത്തുന്നത് ഇൻഷാ അള്ളാഹ് ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങും. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയം കൃത്യമാകുന്ന തരത്തിലുണ്ടെങ്കിൽ 40 മിനിറ്റ് പൂർത്തിയാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ യുവത്വത്തോട് പറയുന്നത്, നമ്മളെപ്പോഴും ഒന്നുമില്ല, പണിയൊന്നുമില്ല, ജോലിയൊന്നുമില്ല, അത് നമ്മൾ വീട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ പറയുകയും ചെയ്യാം. ഭാര്യയോട് പറയാം ഒരു പണിയൊന്നും ശരിയാണില്ല, മക്കളോട് പറയാം, മക്കളും പറയാം. അങ്ങനെയല്ല, നമ്മൾ ഒരു നേരം വെളുത്താൽ നമ്മൾ ഒന്ന് ഇറങ്ങണമെന്നതാണ്. അള്ളാഹു നമുക്ക് റിസ്ക് എന്ന് പറയുന്നത് റിസ്ക്കാണ്. സത്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കുമ്പോഴേ നമുക്ക് റിസ്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യാത്രാ മധ്യേ, ഞാൻ അനുഭവം തന്നെ പറയാം, യാത്രാ മധ്യേ ഒരു ചെറുപ്പക്കാരൻ ഞാൻ ചായ കുടിക്കാൻ കയറിയപ്പോൾ എൻ്റെ പൈസ കൊടുക്കാൻ മുതിർന്നു. ഞാൻ ചോദിച്ചു എന്താണ് ബന്ധം, നിങ്ങൾ എന്നെ അറിയോ? അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരൊറ്റ പ്രാവശ്യമാണ് നിങ്ങളെ കണ്ടത്. അതെങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നതാണ്. പിടുത്തം വിട്ട് നടക്കുകയാണ്. കൊറോണയുടെ സമയം കഴിഞ്ഞ് ഒരു ജോലിയൊന്നുമില്ലാതെ. അപ്പം അന്ന് നമ്മളുടെ സംഘടനാ തലത്തിൽ ഖത്തീബുമാരുടെ ചർച്ചയിൽ നിരാശരായ പ്രവാസികൾക്ക് ഉപദേശം കൊടുക്കുന്ന ഖുത്ബയായിരിക്കണം എന്ന് പറഞ്ഞ് കുറേ പോയിന്റുകൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരുന്നു. ആ ഷെയറിങ്ങിലെ പോയിന്റിലുള്ളത് ഒന്നായിരുന്നു അറിയോ, നിങ്ങൾക്ക് നാട്ടിൽ വന്നവരാണ്, വീട്ടിൽ വിലയില്ലാതിരിക്കായിരിക്കും, നിങ്ങൾ ഇറങ്ങൂ, റബ്ബിനെ ഓർത്ത് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുക, ഒരു ചെറിയ വണ്ടി വാങ്ങുക, എന്നിട്ട് സെൻറ്റ് കച്ചവടോ ഓറഞ്ച് കച്ചവടോ നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് അന്യ നാട്ടിൽ പോയി നിങ്ങൾ ചെയ്തോളൂ, അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് തരും എന്ന ആ വിഷയം ഖുത്ബയിൽ പറഞ്ഞു. അപ്പം അദ്ദേഹം, ആ ചെറുപ്പക്കാരൻ ആദ്യമായിട്ടാണ് ഒരു മലയാളം പള്ളിയിൽ ഖുത്ബക്ക് കയറുന്നത്. അദ്ദേഹം അതനുസരിച്ച് ഒരു ഒമ്നി വാൻ 50,000 രൂപക്ക് പഴയതെടുത്തു. അദ്ദേഹം റോഡ് വക്കിൽ ഒരു സെൻറ്റ് വിൽക്കുന്ന രൂപത്തിൽ അദ്ദേഹം ഇരുന്നു. അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് ലാഭമായി തന്നെ 500 രൂപയോളം കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പോൾ നമ്മളൊരു ജോലിയില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല, എനിക്കൊരു സർക്കാർ ജോലി കിട്ടട്ടെ എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ജീവിച്ച് കാത്തിരിക്കാൻ പാടില്ല, ആലോചിച്ചിരിക്കരുത്. നമ്മൾ നേടുന്നവരാണ്, അള്ളാഹു നമുക്ക് നേട്ടം തരുന്നവനുമാണ്, അല്ലേ? ആ ഒരു കാര്യദൃഷ്ടി പലപ്പോഴും ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ സന്തതികളായി പറയുന്ന നമ്മുടെ പെൺകുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികളെ വിവാഹം അന്വേഷിച്ച് ചെന്നാൽ അവർ പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ വിവാഹം വേണ്ട. എന്താണ് അതിൻ്റെ കാരണം? അവർ പറയുന്നറിയോ, ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്നാണ്. അപ്പോൾ ഈ സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയത് പുരുഷന്മാരായ നമ്മൾ ഈ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കാത്തവരായി പോയിട്ടുണ്ടോ എന്നും, അവർക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കൂലെന്നും, അഥവാ കൊടുക്കുകയാണെങ്കിൽ മമ്മദ് ഉമ്മാക്ക് ചെലവിന് കൊടുക്കണ പോലെ എന്ന് നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, അതേപോലെ കിട്ടുള്ളൂ എന്ന ധാരണ അവർക്ക് വന്നു. അതുപോലെ അതിൽ ഓവർ ചെലവ് സ്ത്രീ സമൂഹത്തിന് വരികയും ചെയ്തിട്ടുണ്ട്. അത് സഹോദരിമാരോട് പറയേണ്ടത്, അവരിവിടെ കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ എണ്ണിപ്പൊറുക്കി പറയുന്നത്, ഞാൻ ഇതിൽ കാര്യത്തിൽ പറയേണ്ടുന്ന കാര്യം മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ദാമ്പത്തിക ജീവിതം അതൊരു സാമ്പത്തിക ജീവിതത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീധനമോ അല്ല വരുന്നത്, മറിച്ച് ഭാര്യയുടെ അടുക്കൽ, വാപ്പാൻ്റെ അടുത്തല്ല, ഭാര്യൻ്റെ അടുക്കൽ ഒരു മാസം ഒരു 20,000 ഉറുപ്യ എന്തെങ്കിലുമായിട്ട് തൊഴിലുറപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം തിന്നാന്തരൽ ഉണ്ടാവില്ല എന്ന് ഒരു പൊതുധാരണ സോഷ്യൽ മീഡിയയിലൂടെ പെൺകുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ കാര്യത്തിൽ പിറകോട്ട് പോകുന്നത്. അള്ളാഹു നമുക്ക് ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഊട്ടിയുറപ്പിക്കുക? വജഅല ബൈനക്കും മവദ്ദതൻ വറഹമ, സ്നേഹവും സ്നേഹബന്ധവും കാരുണ്യവും ഊട്ടിയുറപ്പിച്ചിരിക്കുന്നതാണ്. ഈ മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ ആണാവുമ്പോഴും അവർ പെണ്ണാവുമ്പോഴും നമ്മൾക്കിടയിൽ അഭേദ്യമായൊരു ബന്ധം അള്ളാഹ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട എന്താ അറിയോ,
നമ്മൾ ഇപ്പോൾ ഒരു വഴിതെറ്റിയ ജീവിതത്തിന് പോകുന്ന യുവത്വം ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചതല്ല. കാരണം അള്ളാഹു ഈ വികാരം തന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു പൊട്ടനാകുമായിരുന്നു. വികാരം എന്ന ഒന്ന് അള്ളാഹു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ കേവലം ഒന്നിനും പറ്റാത്ത ഒരു പൊട്ടനായി പോകുമായിരുന്നു. പക്ഷേ അള്ളാഹു വികാരം തന്നതുകൊണ്ടാണ് നമ്മൾക്ക് സ്ത്രീയോട് അനുരാഗവും ഇഷ്ടവും ഒക്കെ തോന്നുന്നത്. അതുകൊണ്ട് അത് വേണ്ടാവൃത്തിയിലൂടെയോ അല്ലെങ്കിൽ വിവാഹ ജീവിതവുമായൊന്നും ബന്ധമില്ലാതെ എവിടെയെങ്കിലും അവിടെ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്ന മോശം കണക്ഷനൊക്കെ ആയിട്ട് നടന്ന് അവസാനം വിവാഹം അന്വേഷിക്കുന്ന രംഗത്ത് എന്നാൽ ഞാൻ അന്വേഷിച്ചുള്ള ബന്ധമൊക്കെ വിട്ടു, എൻ്റെ വാപ്പ പുതിയണ്ണിനെ തരയുന്നുണ്ട്, അതുകൊണ്ട് ഇതുവരെയുള്ള ബന്ധമൊക്കെ അവസാനിപ്പിക്കാം എന്ന് തീരുമാനിച്ചാലൊന്നും ഈ ബന്ധം ഊഷരാവൂല. കാരണം ആ മുൻകാല ബന്ധങ്ങളിലെ തെറ്റുകുറ്റങ്ങൾ നമ്മളുടെ മനസ്സിൽ ഒരു കഷ്ണമായി നിൽക്കും, ഒരു പുള്ളിയായി നിൽക്കും. അത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ തീരെ താങ്ങാൻ കഴിയാത്തവരാകും. അപ്പോൾ ജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ എന്ന് പറഞ്ഞാൽ മവദ്ദത്ത് സ്നേഹമാണ്. അത് നമ്മളൊരു 15 കൊല്ലത്തെ സ്നേഹത്തെക്കുറിച്ചാണ് ആ മവദ്ദത്ത് പറയുന്നത്. നമുക്ക് അവരില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല, അവരില്ലെങ്കിൽ നമുക്ക് പോകാൻ കഴിയില്ല, അവരില്ലെങ്കിൽ നമുക്ക് തിന്നാൻ കഴിയില്ല. അതങ്ങനെ തന്നെയാണ്. അതിനൊന്നും നമ്മൾ ഒരു ഈമാനികമായ വശമായിട്ട് എനിക്കങ്ങനെ പെണ്ണുങ്ങളൊന്നും വേണമെന്നില്ല, എനിക്കുറങ്ങണമെങ്കിൽ ഓരോന്നും വേണ്ട, എനിക്കങ്ങനെ എന്നെ വലിയ ചക്കരയായിട്ട് കൊണ്ടുനടക്കാനൊന്നും പറ്റൂല എന്നൊക്കെയുള്ള ഡയലോഗുകളൊന്നും ഇസ്ലാമികമല്ല. അതൊക്കെ അങ്ങനെ തന്നെ കൊണ്ടു നടക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ്. മാത്രമല്ല റഹ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്നേഹത്തിൻ്റെ ഒരു സമയമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് PSC കിട്ടുക എന്നാണ് ഞങ്ങളെ മലപ്പുറത്തിൻ്റെ ഈസ്റ്റിലൊക്കെ പറയാം. വെസ്റ്റിൽ എന്താ പറയാന്നറിയില്ല. അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞാൽ ഭാര്യനെ കാണുന്ന തന്നെ ഇജ്ജിപ്പം എന്തിനാ ഇവിടെ വന്ന് ഭർത്താവിനെ റൂമിൽ തന്നെ അവിടെ ഒരു കട്ടിലും ഇവിടെ ഒരു കട്ടിലും ഒക്കെ ഇട്ട് രണ്ടാളും വേറിരിഞ്ഞ് ഞാൻ കുരച്ചാൽ എൻ്റെ മേത്ത് കാണണ്ട, ഇജ്ജ് കുരച്ചാൽ എൻ്റെ മേത്ത് കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു വേണ്ട എന്ന് തോന്നുന്ന കാലത്തേക്കാണ് അള്ളാഹ് റഹ്മത്ത് ഉണ്ടാക്കിയത്. നിക്കാഹ് ഖുതുബയിൽ നമ്മൾ കേൾക്കാണ്ടല്ലോ മവദ്ദത്ത് റഹ്മത്ത്. റഹ്മത്ത് നമുക്ക് വേണ്ട എന്ന് തോന്നുമ്പോൾ വേണം എന്ന് തോന്നിപ്പിക്കുന്നതാണ്. കാരണം കൈ പിടിക്കാൻ, ആശുപത്രിയിലേക്ക് ഭർത്താവിനെ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷക്കാരനല്ല പോണ്ടത്, ഭാര്യ കൂടെ പോകണം. ഭാര്യയെ ആശുപത്രി കൊണ്ടുപോകാൻ ആങ്ങളുടെ ഒപ്പമല്ല പറഞ്ഞേക്കുക, നമ്മൾ കൂടെ പോകണം. അത് ഇസ്ലാമികമായ ബാധ്യതയാണ്. അത് ഇവിടെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, അതിനെക്കുറിച്ച് അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. ഇസ്ലാം ഈ ദാമ്പത്തിക ജീവിതത്തിൽ സൗജ് സൗജത്ത് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ മലയാളത്തിൽ ഭാര്യ ഭർത്താവ് എന്നാണ് അല്ലേ നമ്മൾ ശരിക്കും മനസ്സിലാക്കണത്. വിവാഹം കഴിച്ച് വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാമ്പത്തിക ജീവിതത്തിലെ കൺകുളിർമ എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ ദിവസത്തിലെ ആൽബത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ റീൽസിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കത് വീട്ടിൽ കാണാൻ കഴിയുന്നില്ല. അപ്പം എന്താ അറിയോ, സൗജ് സൗജത്ത് എന്നത് ഇണയും അതുപോലെ തന്നെ ആൺ ഇണ പെണ്ണിണ എന്നതാണ് അല്ലേ. ആ ഒരു ബന്ധത്തെ നമ്മൾ ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭരണകർത്താവും ഭാര്യ എന്ന് പറയുമ്പോൾ ഭരണകർത്താവിൻ്റെ കീഴിലുള്ള വൃത്തിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല കാണുന്നത്, സൗജ് സൗജത്താണ്. ഇന്നമൻ നിസ്സാഉ ശഖാഇഖുർ റിജാൽ, ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ പകുതി തന്നെയാണ്. റേഷൻ കാർഡ് അവരെ പേരിലാക്കിയത് പല ആളുകളും അരി അടിച്ചു മാറ്റുന്നതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ്. നമ്മളെ വീട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം അത് പുരുഷനു തന്നെയാണ്. അപ്പോൾ പ്രവാസ ജീവിതം നയിക്കുന്ന ചില ആളുകളൊക്കെ ആ കാര്യത്തിലൊക്കെ വളരെ വിട്ടുവീഴ്ച ചെയ്ത് വീട് സ്ഥലം അത് എൻ്റെ പേരിൽ വാങ്ങിക്കോ, ഞാനിപ്പോൾ അതിനൊന്നും നികുതി അടക്കാനൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. അവസാനം പറയും ഒരു കാറ് വാങ്ങണുണ്ട്, അതും എൻ്റെ പേരിൽ വാങ്ങിക്കോ, അതൊന്നും ഇപ്പം ഞാൻ വെറുതെ അതിൻ്റെ RT ഓഫീസിക്ക് തണ്ടല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് അവസാനം ഒരു ദിവസം വലിയ മകൻ പ്രവാസിയായ ഉപ്പയെ വിളിച്ചു പറഞ്ഞു, ഉപ്പ നമ്മുടെ ഉമ്മ പോയിരിക്കുന്നു. ആരുടെ കൂടെ? ഏതോ ഒരുത്തൻ്റെ ഒരു ഡ്രൈവറുടെ കൂടെ പോയിരിക്കുന്നു. അവസാനം അയാൾ ചിന്തിച്ചു, ഞാൻ വാങ്ങിക്കൊടുത്ത കാറിലാണല്ലോ പോയത്, കാറ് അവളുടെ പേരിലാണ്, വീട് അവളുടെ പേരിലാണ്, സ്ഥലം അവരുടെ പേരിലാണ്. അവസാനം നാട്ടുകാരാണ് അതിന് തീരുമാനമുണ്ടാക്കിയത്, അതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അലൻ നിസ്സാ,
സ്ത്രീയുടെ കാര്യത്തിൽ നിയന്ത്രണാധികാരാട്ടോ. അല്ലാതെ എല്ലാം കൊടുത്തിട്ട് നമ്മളുടെ ഭാര്യയെ വളരെ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തി എനക്കൊരു രക്ഷയും തരില്ല, മരിച്ചു പോണത് വരെ എന്നൊക്കെ പ്രഖ്യാപിച്ച ആളുകളൊക്കെ നമ്മളെ മലപ്പുറം ജില്ലയിലുണ്ട്. അതിനൊക്കെ പടച്ചോൻ അങ്ങനെ തന്നെ വല്ലാതെ നമ്മൾ ഭാര്യനെ ബുദ്ധിമുട്ടിച്ചാലേ വല്ലാതെ ഘട്ടങ്ങാറാക്കിയ ഓല് പടച്ചോനോട് പറയും, പടച്ചോനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്. ചിലപ്പോൾ നമ്മളുടെ ഭാര്യനെ അള്ളാഹ് നേരത്തെ കാലത്തെയാണ് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് പല പരീക്ഷണങ്ങളും വരാം. ആ നിലക്കല്ലോ പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ വരാം, ചിലപ്പോൾ നമുക്കൊരു കാലൊടിയലോ കൈയൊടിയലോ നമുക്ക് ഉൾവശത്ത് മാരകമായ രോഗമൊക്കെ തന്നിട്ട് ഭാര്യയല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നിടത്തേക്ക് നമ്മളെയൊക്കെ എത്തിക്കും. അതുകൊണ്ട് ദാമ്പത്തിക ജീവിതം ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടം നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പാടില്ല. ഒരു ദീനിൻ്റെ വാഹനത്തിൽ രണ്ടുപേരും കയറണം. അതാണ് ഇസ്ലാം. നമ്മളിപ്പോൾ ISM പ്രവർത്തകനാണ്. നമ്മളായത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ലഘുലേഖയോ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകമോ ഏതെങ്കിലും ഒരു ഖുതുബയോ ആയിരിക്കും. നമ്മളുടെ വീട്ടിൽ ഇതൊന്നും എത്തിയിട്ടുണ്ടാവില്ല. നമ്മളുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും എത്താതിരിക്കുമ്പോൾ ISM പ്രവർത്തകനായ നമുക്ക് വിവാഹം അന്വേഷിക്കുക നമ്മുടെ പ്രവർത്തകനാണ്. ഒരു നല്ല പ്രവർത്തകയായ ഒരു പെൺകുട്ടിയെ നമുക്ക് വധുവായി കിട്ടി. അവൾ വളരെ സന്തോഷിക്കുകയാണ്. ദീനുള്ള താടിയുള്ള ഇഖ്ലാസുള്ളൊരു പുതിയാപ്പിളെ എനിക്ക് കിട്ടിയല്ലോ. അങ്ങനെ അവൾ വീട്ടിൽ വന്നു ഒന്നാമത്തെ ദിവസം വ്യാഴാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ദിവസം അവൾ പറഞ്ഞു, പള്ളിക്ക് പോകല്ലേ, മിണ്ടരുത്, ഇവിടെ അത് മിണ്ടാനേ പാടില്ല. ആ കുട്ടി അന്നത്തോടുകൂടി ടെൻഷനായി. ആരാധനകളിലോ മറ്റു ക്യാമ്പിന് പോകാൻ പാടില്ല, തൽക്കാലം ഇവിടെ നിൽക്ക്. ഇത് അങ്ങനത്തെ ആദർശം വിട്ടുവീഴ്ച ചെയ്തിട്ടൊരു കുട്ടിക്ക് വീട്ടിൽ നിൽക്കാനാവില്ല. പക്ഷേ ഇന്നൊരു തലമുറ വളർന്നു വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ഉപ്പ അങ്ങനെ ഇരുന്ന് പറയാണ്, പടച്ചോനെ നമ്മളൊക്കെ ഈ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ജീവിച്ചു പോവും, ഇനി നമ്മളെ മക്കളെയൊക്കെ ഓൽക്കൊക്കെ ഇസ്ലാമിയത്ത് നിലനിർത്താനാവോ എന്ന് സങ്കടപ്പെട്ടപ്പോൾ കേട്ടോ എന്താ പറഞ്ഞറിയോ? ഇങ്ങളെ കാര്യങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട്, ഓലൊന്നും ബുദ്ധിമുട്ടൂല. അപ്പോൾ ഇയാൾ പറഞ്ഞാൽ എന്താ നമ്മളെ മക്കളൊന്നും ബുദ്ധിമുട്ടൂലേ? ഓലത്ത് ഒരു കുറിയോടാൻ പറഞ്ഞാൽ കുറിയോടും, രാശിയെട്ടാൻ പറഞ്ഞാൽ രാശിയെട്ടും, പിന്നെ വേറെല്ലാരും ഒരു ഇതും ഇല്ല. എന്തേ കാരണം? ഉള്ളിൽ നിന്ന് ദീൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കൂട്ടത്തിൽ വിഷമത്തിൽ മഹല്ല് കരഞ്ഞിട്ട് കാര്യമില്ല. മഹല്ലിൽ സംസ്കരണം നടക്കുന്നില്ല. മഹല്ലിലെ സംസ്കരണത്തിൽ സ്ത്രീ സമൂഹത്തിന് ജമാഅത്തുകളിൽ നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടിയെ നമ്മളുടെ വീട് ഹുറാഫാത്തിൻ്റെതാണെങ്കിലും അവളെ കൊണ്ടുപോയാലേ നമുക്ക് ജനിക്കുന്ന മക്കളിൽ ആദർശമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞതുപോലെ ആയിരിക്കും. മകൻ പിന്നെ കുട്ടിയോട് ഉസ്താദ് ചോദിച്ചു, ഇങ്ങനെ നബിദിനത്തിൻ്റെ സമയത്ത് കുലാവി കുടിച്ചോലെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ആരുമില്ല എന്നുള്ള സമാധാനത്തിൽ ഉസ്താദ് പറഞ്ഞ് നോക്കുമ്പോൾ ഒരുത്തൻ കൈ ഒന്നിച്ചു. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, അല്ലോനെ ഇവിടുന്ന് കുടിച്ചടാ, ഈ നാട്ടിൽ തന്നെ കുലാവില്ല, പിന്നെ ഇവിടുന്ന് ഇത് കുടിച്ചത്? ഓൻ പറഞ്ഞു, അമ്മാൻ്റെ കൂടിന്നാ കുടിച്ചേ. അപ്പോൾ അതെന്താ അങ്ങനെ? നീ ഇവിടുത്തെ ഈ മഹലിലെ ഇന്ന ആളുടെ മോനല്ലേ? ആണ്. അപ്പോൾ കുട്ടി എന്താ പറഞ്ഞറിയോ? എൻ്റെ വാപ്പ മുജാഹിദും എൻ്റെ ഉമ്മ സുന്നിയാണ്, അപ്പോൾ ഞാൻ സുമായിദാണ്. അങ്ങനെയാണ് ആദർശം മറച്ചു വെച്ചാൽ അടുത്ത തലമുറയുണ്ടാകുന്നത് ഒരാദർശത്തിനും ഒരു മഹല്ലത്തിനും ഉപകരിക്കാത്തവരായിരിക്കും. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഭാര്യമാരെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി. കാനത്താ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ, പക്ഷേ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈഅ. അതും ആദർശ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മളൊരു ISM പ്രവർത്തകനായിരിക്കാം. അതാണ് നമുക്ക് തൗഹീദ് അടിസ്ഥാനത്തിലുള്ള വിവാഹത്തിന് സൗകര്യപ്പെടുന്ന ഒരു വലിയ ചാൻസാണ്, തൗഹീദുള്ളൊരു കുട്ടിയെ. അപ്പോൾ വിവാഹത്തിൻ്റെ രംഗത്ത് ആദർശ പൊരുത്തമുള്ളവരെ കൊണ്ടുവരുമ്പോഴേ ഉള്ളൂ. അപ്പം നമ്മളെന്താ പറയാറിയോ? അതൊക്കെ പാടപ്പം നോക്കിയാൽ ഒക്കപ്പാടെ നോക്കുക പറഞ്ഞാൽ മനസ്സിൽ വേറെ 5-6 ഐറ്റം വേറുണ്ട്. ആനണ്ടോ, അമ്പാരിണ്ടോ, പറമ്പുണ്ടോ, തോട്ടുണ്ടോ, തേങ്ങണ്ടോ, തൊടുകണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ അവസാനം 7ാമത്തെ ദീൻ നോക്കുമ്പോൾ ഒക്കെ പാടെ നോക്കണം എന്ന് വരും. പക്ഷേ ഒന്നാണ് പ്രധാനമായി ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആരാധനാ ചിട്ടകൾ ആദർശ ചിട്ടകളിൽ കൊണ്ടുവന്നില്ല എങ്കിൽ നമുക്ക് കൺകുളിർമ അള്ള തരുകയില്ല. നമ്മളുടെ വസ്ത്രം ഒരു മാന്യതയുടേതാണ്. ദാമ്പത്തിക ജീവിതത്തിൽ പുരുഷൻ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുകയും നമ്മളുടെ ഭാര്യ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുകയും നമ്മളുടെ മക്കൾ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുകയും ചെയ്യുമ്പോൾ
അള്ളാഹുവിൻ്റെ കൃപ നമുക്ക് ഉണ്ടാകും. അത് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നതാണ്. ഒരു മുജാഹിദുകളൊക്കെ തന്നെയാണ്. പക്ഷെ പോലെ പെൺകുട്ടികളൊക്കെ ജീൻസിൻ്റെ പാൻ്റൊക്കെ ഇട്ട് ഇങ്ങനെ തെണ്ടി നടക്കണത് കാണാം എന്നുള്ളത് ചിലപ്പോൾ തൗഹീദ് ഒരാൾ സ്വീകരിക്കുന്നതിൽ നിന്ന്, നമ്മളുടെ മാതൃക എന്നുള്ളതിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോകാം. മാത്രമല്ല, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഊഷരതകൾക്ക് തകരാറ് വരാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് വരുന്നത്? ആധുനികമായി ഒരു സഹോദരി ഉസ്താദിന് ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദിനോട് പറയണം, ഉസ്താദെ, എൻ്റെ ഭർത്താവിനോട് രാത്രി 12 മണിക്കെങ്കിലും ആ മൊബൈലൊന്ന് ഓഫാക്കി വെച്ച് കിടപ്പറയിലേക്ക് വരാൻ നിങ്ങളൊന്ന് ക്ലാസ് എടുക്കണം. ഒരു ഉസ്താദിന് കത്ത് കൊടുത്താൽ അപ്പം എന്താ സംഭവം എന്നറിയോ? ഇദ്ദേഹം 24 മണിക്കൂറും ഈ മൊബൈലിലാണ്. അതിൽ ഇരുന്നിട്ട് വരുന്നവർക്ക് ദീനിയായി മറുപടി കൊടുക്കുക, ചർച്ചയിൽ പങ്കെടുക്കുക, 1 മണി 1:30 മണി 2 മണി ഗൾഫിൽ നിന്നുള്ളവന് മറുപടി കൊടുക്കുക, ഓന് തെളിവ് കൊടുക്കുക. അപ്പോഴേക്ക് സുബൈ ബാങ്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ഈ ഭാര്യയ്ക്ക് ജീവിതം തന്നെ മടുത്തു. അപ്പോൾ നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ തൊലാക്കിയല്ലോ. അപ്പം എന്ത് ചെയ്തു? ഉസ്താദിന് കത്ത് കൊടുക്കുകയാണ്. അദ്ദേഹത്തോട് ആ ബൈലക്സ് എന്ന് പറയുന്നതിൽ ഒന്ന് ഒരു 2 മണിക്കൂറെങ്കിലും കിടപ്പറയിൽ കിടക്കാൻ. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു സഹോദരനെ കുറിച്ച്, ഒരു സ്വഹാബിയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് എന്തായെന്നറിയോ? രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പ് നോൽക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉപദേശിക്കണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പ്രവാചകനാണ്, ഞാൻ പകൽ നോമ്പ് നോൽക്കാറുണ്ട്, രാത്രി നിന്ന് നമസ്കരിക്കാറുണ്ട്. പക്ഷേ നോമ്പ് നോൽക്കും, പിറ്റേ ദിവസം നോമ്പൊഴിവാക്കും, പിറ്റേ ദിവസം നോമ്പ് നോൽക്കും, പിറ്റേ ദിവസം നോമ്പൊഴിവാക്കും, പിന്നെ രാത്രി നിസ്കരിക്കും, ഉറങ്ങും, രാത്രി നിസ്കരിക്കും, ഉറങ്ങും. അപ്പോൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് ഭാര്യമാർക്കുള്ള അഭിപ്രായം എന്താണെന്നറിയോ? ഒരു ISM എന്ന് പറഞ്ഞ് തൊക്കിലൊരു ഡയറിയും വെച്ച് അങ്ങനെ നടക്കും. ഓനിവിടെ ഒരു ഉത്തരവാദിത്വമൊന്നുമില്ല. അല്ല, നമ്മളതിൻ്റെ ഉത്തരവാദിത്വം ദീനീ രംഗത്തുകൂടി നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വിലയും നിലയുമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഉണ്ടാക്കുമ്പോഴല്ല, നമ്മൾ അവിടെ ഉണ്ടാകുമ്പോഴാണ്, നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ തകരാറുകൾ നമുക്ക് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കുന്നവരായി. ഇടയ്ക്കിടയ്ക്ക് കൗൺസിലർമാരെടുത്ത് പോണ കുറേ കുടുംബങ്ങളുണ്ട്. അത് ഈ ആശുപത്രി പോണ പോലെ തന്നെ. ഒരു ആശുപത്രി പോവുക, എന്നിട്ട് മരുന്ന് വാങ്ങുക, മരുന്ന് വാങ്ങി കൊടുത്തിട്ട് ഒറ്റ ദിവസം കുടിച്ചിട്ട് പറയും സുഖമായില്ല, അടുത്ത ഡോക്ടറെ അടുത്ത് പോകും. അങ്ങനെ ഡോക്ടർമാരെടുത്തുള്ള എല്ലാ മരുന്നും വാങ്ങിക്കൊടുന്നെച്ചാൽ നമുക്ക് അസുഖം മാറൂല. ഇതുപോലെ ആ കൗൺസിലടുത്ത് പോയി, ഈ കൗൺസിലടുത്ത് പോയി, അപ്പുറത്തെ കൗൺസിലടുത്ത് പോയി, ഇപ്പുറത്തെ കൗൺസിലടുത്ത് പോയി. ആ കൗൺസിലർ നമ്മളുടെ വീട്ടിൽ തന്നെയുണ്ട്. നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കുക. നമുക്ക് അന്തം കുറവൊന്നുമില്ലല്ലോ. കാര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കിയാൽ മതി. കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഓല് ആകാശത്ത് നിന്ന് വഹിയേറ്റ് വന്നോലൊന്നല്ല, അവർ ഈ ദുനിയാവിലുള്ളവരാണ്. പക്ഷേ നമ്മൾ എന്ത് ചിന്തിക്കുന്നു? ഞാനൊരു അന്ധനാണ്, ഒരു ബധിരനാണ്, മൂകനാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് വല്ലാതെ കൗൺസിലർമാരുടെ അടുത്തേക്ക് ഭാര്യയും ഭർത്താവും ചെല്ലുക. എന്നിട്ട് നമ്മൾ പോന്നു കഴിഞ്ഞാൽ ഈ കൗൺസിലർമാരെന്ത് ചെയ്യുന്ന ഞങ്ങൾ ഇവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയും നിങ്ങളെടുത്തും വന്നീനോ, നിങ്ങളെടുത്തും വന്നീനു, എന്നാൽ നമുക്ക് ചിലവ് കഴിഞ്ഞ് പോകാറ്. നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ പരസ്പരം ഒരു കൗൺസിലറുടെ ജോലി എന്താണെന്നറിയാം? ആ കൗൺസിലർ ചെയ്യുക, ആദ്യം വരൻ്റെ അടുത്ത് ഒരു പേപ്പർ കൊടുക്കും. വരൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറയും നിൻ്റെ ഭാര്യയുടെ എല്ലാ നന്മയും നീ ഈ പേപ്പറിൽ എഴുതാൻ. തിന്മനെക്കുറിച്ച് അയാൾ തിന്മയെക്കുറിച്ച് അന്വേഷിക്കില്ല. അങ്ങനെ ഒരുപാട് നന്മകൾ എഴുതാൻ പറയും. ഭാര്യയോട് പറയും ഭർത്താവിൻ്റെ എല്ലാ നന്മകളും ഒരു പേപ്പറിൽ എഴുതാൻ. അങ്ങനെ ആ പേപ്പറിൽ എഴുതി കഴിഞ്ഞിട്ട് ഭർത്താവിന് ഭാര്യൻ്റെ ഈ പേപ്പറും കൊടുക്കും, ഭാര്യയ്ക്ക് ഈ ഭർത്താവിൻ്റെ പേപ്പറും കൊടുക്കും. പേപ്പറും കൊടുത്ത് രണ്ടാളും വായിച്ച് ചിലരും നൊലോളിക്കും, പഠിച്ചോനെ ഇത്രയൊക്കെ നന്മയുള്ള എന്നെക്കുറിച്ച് അഭിപ്രായമുള്ള ഭാര്യയാണോ ഞാൻ വേണ്ടാന്ന് പറയുന്നത്? ഇത്രയൊക്കെ അഭിപ്രായമുള്ള ഭർത്താവിനെയാണോ വേണ്ടാന്ന് പറയുന്നത്? എന്നാൽ നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറയും. പോകുമ്പോൾ അവിടെ 1000 രൂപ ഫീസ് അടക്കണം, 2 കണ്ടം കടലാസ തരിക, നമ്മൾ തന്നെ എഴുതും വേണം, പേന നമ്മൾ കൊണ്ടുപോകും വേണം, എന്നിട്ട് അവിടെ 1000 രൂപ കൊടുക്കും വേണം. ഈ തിരിച്ചറിവ് എന്തുകൊണ്ട് നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടുന്നില്ല? അതുകൊണ്ട് ഖുർആനും ദീനും ഹദീസും അനുസരിച്ച് നമ്മളുടെ ദാമ്പത്തിക ജീവിതത്തിൻ്റെ ഏടുകൾ നമ്മൾ വായിച്ചെടുക്കുക. അത് തന്നെയാണ് മുന്നിലിരിക്കുന്ന നമ്മളുടെ പിതാക്കളായ ആ പിതാക്കളും അതുപോലെ തന്നെ മാതാക്കളുമായവരൊക്കെ പിടിച്ചു നിന്നത് ആഴ്ചയിൽ കൗൺസിലടുത്ത് പോയി കൗൺസിലിംഗ് നടത്തിയിട്ടല്ല. അവർ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി ഉസ്താദ് പറയുന്നത് കേട്ടു പഠിച്ചിട്ട് അവർ തൻ്റെ കുടുംബത്തിൽ ബന്ധപ്പെട്ടവരാണ്. ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. ദാമ്പത്തിക ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്താൽ അതിനെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ഇപ്പോഴുള്ളൊരു ട്രെൻഡ് എന്താണെന്നറിയങ്ങൾ? കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ മുമ്പ് കാലത്തൊക്കെ നമ്മൾ പരാതി പറഞ്ഞിരുന്ന ഉമ്മ പറയുന്നത് കേൾക്കുന്നില്ല എന്നാണ്.
പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഉമ്മ പറയുന്നത് മാത്രം കേൾക്കുന്ന വരന്മാരുണ്ടായിരിക്കുന്നു. അത് ആയത്ത് കേട്ടിട്ടോ ഹദീസ് കേട്ടിട്ടാണോ നമ്മൾ അഭിപ്രായമില്ല. അതായത് ഉമ്മ പറയുന്നത് മാത്രം കേൾക്കുക, ഭാര്യ പറയുന്നത് തീരെ കേൾക്കാതിരിക്കുക. അവസാനം ചില ഭാര്യമാരൊക്കെ പറയാണ്, അവന് ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന കുറ്റം മാത്രമേ കേൾക്കുള്ളൂ. അങ്ങനെ ഉമ്മ പറയും ഇജ്ജ് തീർത്തള, വാപ്പ പറയും ഇജ്ജ് തീർത്തള. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ പടച്ചോൻ ബാപ്പാനെ വിളിച്ചിട്ട് ഇങ്ങക്ക് നിക്കാഹ് ചെയ്തെന്നീനോന്ന് ചോദിക്കൂല. ഉമ്മാനോട് ഇങ്ങക്ക് മരോളെ നിക്കാഹ് ചെയ്തെന്നീനോന്ന് ചോദിക്കൂല. നിക്കാഹ് ചെയ്തു തന്നീനോന്ന് ആരോടാ ചോദിക്കാറിയോ? നമ്മളോട് മാത്രമാണ് ചോദിക്കുക. അതുകൊണ്ട് ആ ഗൗരവം ശരിക്കും മനസ്സിലാക്കണം. കുടുംബക്കാരും നാത്തൂനും വീട്ടിലുള്ളവരൊക്കെ തീർത്തള എന്ന് പറയുമ്പോഴേക്ക് കറുത്തിട്ടാണ്, ഇരുണ്ടിട്ടാണ്, അല്ലേ? കറുപ്പും വെളുപ്പുമാണുള്ള ചർച്ച. ബിലാലിൻ്റെ ചരിത്രമാണ് ഇസ്ലാമിന് എവിടെയും പറയാനുള്ളത്, എവിടെയും ഉച്ചസ്ഥലം പറയാനുള്ളത്. നമുക്ക് പ്രത്യേകമായ ഒരു ചരിത്രം തെരഞ്ഞു നടക്കേണ്ടതില്ല. അല്ലാഹു അക്ബർ എന്നതിൻ്റെ ചരിത്രം തന്നെ കറുപ്പിൻ്റെ വെളുപ്പിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ട് വീടുകളുടെ അകത്തളങ്ങളിൽ ഉപ്പയെയും ഉമ്മയെയും സഹോദരനെയും സഹോദരിമാരെയും വീടും വിട്ടേച്ചുകൊണ്ട് നിങ്ങളൊരു കൈ പിടിച്ചപ്പോൾ കടന്നു വന്നവളെ കുറ്റപ്പെടുത്തിയും ആട്ടിയും കുറ്റം പറഞ്ഞും ഒന്നിനും പറ്റുകയില്ല എന്നും പറഞ്ഞാൽ നമുക്ക് കൺകുളിർമ നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഓർക്കുക, നമ്മളുടെ ദാമ്പത്തിക ജീവിതം കൺകുളിർമയാകുമ്പോൾ നമ്മളുടെ മാതാപിതാക്കളോടുള്ള സമീപനത്തിൽ എപ്പോഴും എന്ത് വേണം? ഒരു പൊരുത്തമുണ്ടാകണം. നമ്മളൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു ദാമ്പത്തിക ജീവിതം വല്ലാതെ ഊഷരമാകുമ്പോൾ ഒരു 4 ആഴ്ച കഴിഞ്ഞാൽ വാപ്പ പറയും ഇജും എൻ്റെ കെട്ടിയോളും ക്വാർട്ടേഴ്സിക്ക് പോയിക്കോ. അത് പറയിപ്പിക്കരുത്. നമ്മൾ ആദ്യ കാലത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബിറു ആബാഅക്കും തബറക്കും അബ്നാഅക്കും, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കിക്കൊള്ളും എന്നാണ്. നമ്മുടെ മക്കൾ നമ്മളെയൊക്കെ നോക്കണം. എനിക്കിപ്പോൾ 50 വയസ്സായി, അല്ലേ? നമ്മളുടെ മക്കൾ നമ്മളെ നോക്കുമെന്ന് പ്രതീക്ഷ വെക്കുകയല്ല, അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഉപ്പയെയും ഉമ്മയെയും നമ്മൾ നോക്കിയിട്ടുണ്ടോ? അവരെ നമ്മൾ പരിപാലിച്ചിട്ടുണ്ടോ? അവരുടെ ആവശ്യങ്ങൾ തീർത്തിട്ടുണ്ടോ? അവരോട് ചോദിച്ചിട്ടാണോ ആവശ്യങ്ങളൊക്കെ പറയാറ്? ഒരു സഹോദരന് ബുള്ളറ്റ് എടുക്കാൻ ഒരാഗ്രഹം, ബുള്ളറ്റിൻ്റെ ട്രെൻഡാണല്ലോ ഇപ്പോൾ, ബുള്ളറ്റ് എടുക്കാൻ ആഗ്രഹം. പക്ഷേ ബാപ്പ ചീത്ത പറയുമെന്ന് ഭയങ്കര പേടി. അതുകൊണ്ട് 2-3 മാസം ആലോചിച്ച് ചേർന്ന് കൂട്ടുകാരൊക്കെ എടുത്തു, എല്ലാവരും എടുത്തു, ഇവൻ മാത്രം എടുത്തിട്ടില്ല. അവസാനം ഇവനും പൈസയൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് എടുത്ത് ബുള്ളറ്റ് കുറച്ച് അപ്പുറത്തുനിന്ന് ഓഫാക്കി മെല്ലെ ഉന്തിക്കൊടുന്ന് പൊരൻ്റെ ബാഗ് കൊടുന്ന് വെച്ചു. പൊരൻ്റെ ബാഗ് കൊടുന്ന് വെച്ച് വാപ്പ ജമായത്ത് കഴിഞ്ഞാൽ എന്നാൽ ഒരു പൊരക്കൊരു തവാഫുണ്ട്, എന്താ ഉള്ളത്, എന്താ പോയത് വന്നതെന്നൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു വണ്ടി കിടക്കണം. അപ്പോൾ ഇവനിങ്ങനെ ആലോചിക്കുകയാണ്, വാപ്പ എന്നെ എതിർക്കും, വാപ്പ അല്ലെങ്കിൽ എന്നെ അഹങ്കാരി എന്ന് വിളിക്കണാണ്, വാപ്പ എന്നെ പൊരേന്ന് ആട്ടും, വാപ്പ എൻ്റെ ഉയർച്ചക്ക് തടസ്സം നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ വാപ്പവനെ വിളിച്ചു, മോനെ വാ, ഇവിടെ വാ. അപ്പോൾ ഇവൻ വിചാരിക്കണം തരുമോ ഇപ്പം ബുള്ളറ്റ് തീ കൊടുക്കാനേ കാരണം യാ കുപ്പായിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ ഒരു ജന്തു കുടിയനെ കൊടുന്ന് വെച്ചേക്കണല്ലോ ബാക്കിൽ, അതിന് ഓണാക്ക്, എന്നിട്ടോ ജി ഷാട്ടാക്ക്. എനിക്കതിൻ്റെ ബാക്ക് കയറി തറവാട്ടിൽ നിന്ന് പോകണം, 4 കുടുകുടു അടിച്ചാനാണ്. ആ സമയത്താണ് ഇവൻ മനസ്സിലാക്കിയത് വാപ്പ എൻ്റെ ഒപ്പമാണ്, വാപ്പൻ്റെ കൂട്ടുകാരനാണ്, വാപ്പൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. വാപ്പ ഒരിക്കലും ഒരു ഞങ്ങളെ ബാക്കോട്ട് വലിക്കണമല്ല. ഇങ്ങനെ ഉപ്പയെ ഇഷ്ടപ്പെടാനും ഉപ്പയെ കൊണ്ടാണ് നമ്മളുടെ എല്ലാ നേട്ടവും, ഉമ്മയെ കൊണ്ടാണ് എല്ലാ നേട്ടവും എന്ന് മനസ്സിലാക്കിയവരുമാണ്. 5 മിനിറ്റ് കൂടി. അപ്പോൾ നമ്മളുടെ ദാമ്പത്തിക ജീവിതത്തിൽ നമ്മളെന്താ പറയുക അറിയോ? ഭാര്യനെ നോക്കണം, കുട്ടികളെ നോക്കണം, ബാപ്പാരെ നോക്കണം, അവനാനെ നോക്കണം. എങ്ങനെ അതൊക്കെ നടക്കുക? പിന്നെന്തിനാ പെണ്ണെട്ടാൻ പോയത്? എന്നാൽ എവിടെയെങ്കിലും പള്ളിക്ക് സുബഹാനല്ലാഹ് ഇരുന്നൂടെ? പക്ഷേ നമ്മൾ ഉത്തരവാദിത്തമാണിത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടിലിരിക്കുക, ആയിഷ റളിയല്ലാഹു കറി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു പറഞ്ഞു, റസൂലെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഹുബൂസ് തിന്നോളി. ഹുബൂസൊക്കെ തിന്നു കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു വന്നപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലുള്ളാഹി കറിയൊക്കെ ബാക്കിയുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, ഇജ്ജ് ഉണ്ടാക്കിയ കറി മുഴുവൻ ബാക്കിയാണ്, ആയിഷ റളിയല്ലാഹു ഭയപ്പെട്ടു.
പടച്ചോനെ ഞാൻ ഉണ്ടാക്കിയ രസമല്ലായിട്ടാണോ അതോ ഇനി മൂപ്പർക്ക് പിന്നെ പറ്റായിട്ടാണോ എന്ത് പറ്റിയത്? അകത്തി നോക്കുമ്പോൾ കറി ഉണ്ടാക്കിയ പാത്രം ഉണ്ട് കമഴ്ത്തി വെച്ചിട്ട്. അപ്പോൾ റസൂൽ നിങ്ങളല്ലേ പറഞ്ഞ് ഉണ്ടാക്കിയ കറി മുഴുവൻ ബാക്കിയാണ്. അതിലൊന്നും കാണാനല്ലോ. അതാ ആയിഷ ഞാൻ പറഞ്ഞത്, മുഴുവൻ പരലോകത്തേക്ക് ബാക്കിയാക്കിയിരിക്കുന്നു. ഒരു ഉമ്മയും 2 കുട്ടികളും വന്നപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തു. ഇതാണ് ദാമ്പത്തിക. അവിടെ നമ്മളൊക്കെ പുരയിലാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ടോ അങ്ങോട്ടാണെങ്കിൽ തൊലാക്ക് ആവും, അടിയാവും, ചിലപ്പോൾ RTO സീലും ഒക്കെ വരും പോരാ, അവിടേക്കൊക്കെ എത്തും. പക്ഷേ സഹിക്കാനും ഉൾക്കൊള്ളാനും പരലോകത്ത് ഉൾക്കൊള്ളാനും സാധിക്കുന്നവരാണ്. നിന്ദ്യത എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചില സഹോദരന്മാരുണ്ട്, വാശിയാണ് അവരുടെ ജീവിതം. എന്തിനും വാശിയാണ്. ഒന്നും തുറന്നു വർത്താനം പറയില്ല. വാപ്പയുടെ അടുത്തൊന്നിരുന്ന് ഉമ്മയുടെ അടുത്തൊന്നിരുന്ന് എന്താ ഉമ്മ ഞാൻ പൊന്നാനിക്കടുത്തൊരു കുടുംബത്തിൽ സ്ഥിരമായി പോയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. നിങ്ങളൊക്കെ അറിയാവുന്നൊരു ഒരു ഉപ്പയാണ്. ആ ഉപ്പക്കൊരു മോനുണ്ട്. ആ മോൻ്റെ അടുത്ത് ഇങ്ങനെ പോയിരുന്ന മോൻ നിലത്തായിരിക്കുക. എന്നിട്ട് ഇടക്കിടക്ക് കുഞ്ഞുമാനിക്കനെങ്ങനെ അപ്പേ അപ്പം മൂപ്പര് ഇങ്ങനെ മൂള് കിട്ടോ. ഞാൻ വിചാരിക്കും എന്തിനാ നേരം വെളുത്തമ്പം വെറുതെ വാപ്പാനെ വിളിക്കണേ. അങ്ങനെ വിളിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള സ്നേഹബന്ധമായിരുന്നു അത്. നമ്മളെക്കൊന്ന് കാണാൻ, നമ്മളെക്കൊന്ന് കേൾക്കാൻ നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും ഒക്കെ പൂതി ഉണ്ടാവും. അപ്പോൾ ആ ഉമ്മയും ഉപ്പയും നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ ഉപ്പയോട് ചോദിക്കുക, ഉമ്മയോട് പറയാം, ഉപ്പ ആ വീട്ടിൽ സ്ഥലമല്ല, അതിനെന്താ ചെയ്യേണ്ടത്? ഞാൻ പുര കയറ്റണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യുക? ആയിക്കോട്ടെ, ആ വാപ്പ പറയുന്ന റൂട്ടിൽ ഇങ്ങനെ നീങ്ങി നോക്കി, നിങ്ങൾക്ക് വീടാവും. വാപ്പ പറയും നീ ഇവിടെ കയറ്റിക്കോ, നിങ്ങൾക്ക് അവിടെ വേണ്ട. അപ്പോൾ വാപ്പ പറയുന്ന പോച്ചോടുത്ത് കയറ്റിക്കോ, ഓൻ 50 കൊല്ലായാലും പുരണ്ടാവില്ല. കാരണം എന്താ? അവിടെ ഒരു ബർക്കത്ത് കിട്ടുന്നില്ല. നമ്മൾ ആ ഒരു വാക്ക് കേട്ടാൽ തറയിടാൻ വാപ്പ സ്ഥലം തരും. തറക്കുള്ള കല്ല് നമ്മൾ കാണും. കല്ലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പടുക്കാനുള്ള കല്ല് വാപ്പ എങ്ങനെയെങ്കിലും എത്തിച്ചേരും. ഉമ്മാൻ്റെ വകത്തരും. ആ പുരയെ കൂടലൊക്കെ എന്തൊരു സന്തോഷം ഉണ്ടായിരിക്കുന്ന നിങ്ങൾ. അങ്ങനെ വാശി പിടിച്ച് നടക്കണ കുറേ ആളെ എനിക്കറിയാം. വാപ്പ കൊടുത്ത സ്ഥലത്ത് പുര കയറ്റിയാൽ ഓൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇവിടെ തന്നെ കൂലിപ്പണി എടുത്ത് നടക്കേണ്ടി വരും, ഇഞ്ഞക്കൊണ്ടാവില്ല. അത് കേട്ടോ, കാലാകാലം 2 ആളും തൊഴിലുറപ്പെടുത്ത് നടന്നോളി, വേറൊരു മാർഗ്ഗവും അതിനില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ഇബ്കാഉൽ വാലിദൈൻ മിനൽ ഉഖൂഖ്, മാതാപിതാക്കളെ കരയിപ്പിച്ചാൽ അവരെ നിന്ദിച്ചതിന് തുല്യമാണ്. ഉമ്മ നമ്മളുടെ പേരിൽ കരയാൻ പാടില്ല, ഉപ്പ നമ്മളുടെ പേരിൽ കരയാൻ പാടില്ല. അപ്പം ചില ഉപ്പമാർ വാശിക്കാരുണ്ടാവും. റസൂലുള്ള പറഞ്ഞറിയോ, നിങ്ങളുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് നിങ്ങളെ വാപ്പ പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിക്കോളിനാ. നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവും അത്? നമ്മൾ 5 സെൻറ്റ് സ്ഥലം വാങ്ങി ഗൾഫിൽ പോയി ഒരു പെര കയറ്റി അതിൻ്റെ ആധാരവും നികുതിയൊക്കെ അടിച്ച പുരയിൽ നിങ്ങളെ പെണ്ണുങ്ങൾ ഇരിക്കുമ്പോൾ ബാപ്പ പറയാം ഇറങ്ങടാ. അപ്പം നമ്മളെന്താ പറയാറ്? അത് പറയാം നിങ്ങൾ ആരാ. നബി തങ്ങൾ പറഞ്ഞറിയോ, നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിക്കോളീൻ, കുറച്ച് കഴിഞ്ഞാൽ കയറി വരാം. കുറച്ച് കഴിഞ്ഞാൽ ഈ വീട്ടുക്കും കയറി വരാം, സ്വർഗത്തുക്കും കയറി ചെല്ലാം. നേരെ മറിച്ച് മറുപടി പറഞ്ഞവർ ഇവിടെ പിന്നെ ഉണ്ടാവുകയില്ല. ഭാര്യമാരോടൊരു വാക്ക് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം, ഭാര്യയുടെ ഉത്തരവാദിത്തം ഭർത്താവിനോടാണ്. ഭാര്യയുടെ ഉത്തരവാദിത്തം ഭർത്താവിനോടാണ്. അപ്പം തിരിച്ചു നമ്മളെന്ത് ചെയ്യും? ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം ആരോടായിരിക്കും? നിങ്ങളെ കണക്കിൽ ഞാനും നിങ്ങളും പറയുകയാണെങ്കിൽ ആരോടായിരിക്കും? ഭാര്യയോടായിരിക്കും. അല്ല പറഞ്ഞത്, ഭാര്യയെ നിങ്ങളുടെ ഉത്തരവാദിത്തം ഭർത്താവിനോടാണ്. ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം ഉമ്മയോടാണ്. നമ്മളെ വീട്ടിലെ ഉമ്മാനോട് ഇങ്ങനെ കൊഞ്ചുമ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് ഇഞ്ഞോടല്ലേ? അല്ല, ആ ഉമ്മയോടാണ് ഏറ്റവും പ്രധാനം. നമ്മളത് സഹിക്കുക, നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു ഇരു ലോകത്തും ഹൈറും ബർക്കത്തും ലഭിക്കുന്ന കൺകുളിർമ കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. 1 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്, പക്ഷേ എങ്കിലും നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ എത്തി. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മളൊക്കെ അങ്ങനെ ഇഫ്താർ കാത്തിരിക്കുമ്പോൾ ഫലസ്തീനിലെ കുട്ടികൾ കാരക്ക കൊടുക്കുന്നത്, ഇശാക്ക് കിട്ടിയ കുട്ടിയുടെ ഒരു ഫോട്ടോ, ഒരു പിക്ചർ കഴിഞ്ഞ ദിവസം കണ്ടു. ഒരു വാഹനത്തിൽ ഇങ്ങനെ കാരക്കയിട്ട് ഓടുമ്പോഴേക്ക് ചിലയിടത്തൊക്കെ എത്തിയപ്പോഴേക്ക് ഇശയക്കണം. അങ്ങനെയാണ് അവർ നോമ്പ് തുറക്കുന്നത്. അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മരണപ്പെട്ടു പോയവർക്ക് രക്തസാക്ഷികളുടെ പദവി നൽകി അള്ളാഹു അവരെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.
എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും റബ്ബിൻ്റെ ബർക്കത്ത് ജീവിതത്തിൽ കിട്ടിക്കൊണ്ടും ജീവിക്കുന്ന നമ്മളും കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് ആ സ്വർഗത്തിലെത്തിച്ചേരാൻ റബ്ബ് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.